FCRA ഭേദഗതി ബില്ലിൽ കേന്ദ്രത്തിനെതിരെ കോൺഗ്രസ്. CBCയെ അമിത്ഷാ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. FCRA നിയമത്തെ കേന്ദ്രം ആയുധമാക്കുകയാണ്. ന്യൂനപക്ഷ സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും സ്വത്തുക്കൾ പിടിച്ചെടുക്കലാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യമെന്നും KC വേണുഗോപാൽ. നോബൽ മാരിക്കാരനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നോബൽ മാരിക്കാരൻ, FCRA വീണ്ടും ചർച്ചയാവുകയാണ്. കേന്ദ്രത്തിന്റെ നീക്കം കേരളത്തിലെ ക്രൈസ്തവ ന്യൂനപക്ഷ സഭകളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് എന്നാണോ KC വേണുഗോപാൽ ആരോപിക്കുന്നത്? ഇന്ന് FCRA ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPC-യിലെ മുതിർന്ന നേതാക്കൾ, പ്രത്യേകിച്ച് CPC അധ്യക്ഷൻ അടക്കമുള്ള ആളുകൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ ഘട്ടത്തിൽ 2010 UPA സർക്കാർ, കോൺഗ്രസ് സർക്കാരാണ് ഇത് കൊണ്ടുവന്നത് എന്നായിരുന്നു അമിത്ഷാ ഉയർത്തിയൊരു വാദം. എന്താണെങ്കിലും ഇതിനെ വലിയ തരത്തിൽ കോൺഗ്രസ് ഇപ്പോൾ എതിർക്കുകയാണ്. പ്രത്യേകിച്ച് അമിത്ഷാ നുണ പറയുകയാണ് എന്നാണ് KC വേണുഗോപാൽ വ്യക്തമാക്കിയിരിക്കുന്നത്. BJP-യുടെ പതിവ് ശീലമാണിത്. സന്നദ്ധ സംഘടന തറക്കാനുള്ള നീക്കം കേന്ദ്രം നടത്തുന്നു. അതായത് 2010 കോൺഗ്രസ് ഇങ്ങനെ, അല്ലെങ്കിൽ UPA സർക്കാർ ഇങ്ങനെ നിയമം കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇത് പ്രകാരം എന്തെങ്കിലുള്ള പ്രതികാര നടപടി ഉണ്ടായിരുന്നോ എന്ന് തെളിയിക്കാനാണ് അമിത്ഷാ KC വേണുഗോപാൽ ഇപ്പോൾ വെല്ലുവിളിച്ചിരിക്കുന്നത്. പൗര സമൂഹത്തെ തകർക്കാൻ ഫാസിസ്റ്റ് ഭരണകൂടം കൊണ്ടുവന്നതാണ് കടുത്ത നിയന്ത്രണങ്ങൾ. അതുകൊണ്ട് എത്രയും വേഗം ഈ ഭേദഗതികൾ പിൻവലിക്കണം എന്നടക്കമുള്ള ആവശ്യങ്ങൾ KC വേണുഗോപാൽ ഉന്നയിക്കുകയാണ്. നിയമം ആയുധമാക്കുന്നതിൽ സർക്കാരിനുള്ള പങ്ക് മറച്ചുവെക്കാനാണ് ഇപ്പോഴത്തെ ശ്രമം. ന്യൂനപക്ഷ സ്ഥാപനങ്ങളെയും അത്തരത്തിലുള്ള പൗരസമൂഹത്തെയും കേന്ദ്ര സർക്കാർ വേട്ടയാടുകയാണ് എന്നുകൂടി എന്താണെങ്കിലും ഇതിൽ KC വേണുഗോപാൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് FCRA 2010 കോൺഗ്രസ് കൊണ്ടുവന്നതാണ് എന്ന വാദമായിരുന്നു ഇന്നിപ്പോൾ CPC അധ്യക്ഷൻ അടക്കമുള്ള ആളുകൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷയെ കണ്ടപ്പോൾ അമിത്ഷാ വ്യക്തമാക്കിയത്. അതിന് പിന്നാലെ നിലവിൽ ഈ കൂടിക്കാഴ്ച സൗഹാർദ്ദപരമായിരുന്നു എന്ന് CPCA പറയുമ്പോഴും ഏത് തരത്തിലായിരിക്കും പ്രവർത്തിക്കാൻ പോകുന്നതെന്ന ആശങ്ക അവർക്കും ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലാണ് ഇപ്പോൾ കോൺഗ്രസ് എന്താണെങ്കിലും കോൺഗ്രസ് കൊണ്ടുവന്ന ഈ നിയമമാണെങ്കിൽ ഇത് ആരെങ്കിലും വേട്ടയാടിയിരുന്നോ എന്ന് തെളിയിക്കാൻ വെല്ലുവിളിച്ചിരിക്കുന്നത് ഇപ്പോൾ. അരുൺ, നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.